സ്വതന്ത്ര ലൈംഗികത, കൺസെന്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ് അവിടെ ഏറ്റവും കൂടുതൽ പറയേണ്ടത്. ഇവർ പറയുന്ന ഒരു കാര്യം ആരുമായും സെക്സ് ചെയ്യാം എന്നാ പറയുന്നത്. അങ്ങനെയല്ല, ആരുമായിട്ടും സെക്സ് ചെയ്യണമെങ്കിൽ കൺസെന്റ് വേണം എന്നാണ് സ്വതന്ത്ര ചിന്തകർ പറയുന്നത്. അത് പക്ഷേ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവില്ല. കാരണം അവിടെ പറയുന്നത് പ്രസവ പലകയിൽ നിൽക്കുന്ന സമയത്താണ് ഭർത്താവ് ലൈംഗിക ബന്ധത്തിന് ആവശ്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് സമ്മതിച്ചു കൊടുക്കണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കൺസെന്റ് ഈക്വൽ ടു 0. ആരുമായിട്ടും ഇതുപോലെ ചെയ്യണം എന്നൊക്കെ പറയുന്നത് തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇനി ഈ പറയുന്ന കൺസെന്റ് അത് ആധുനിക മനുഷ്യന് വൈഫാണെങ്കിൽ പോലും നോക്കേണ്ട കാര്യമാണ്, പാർട്ട്ണർ ആണെങ്കിൽ പോലും. അവിടെയാണ് സ്വതന്ത്ര ചിന്തകരും മതത്തിന്റെ ആളുകളും തമ്മിൽ വ്യത്യാസപ്പെടുന്നത്. ഇവിടെ അടുത്ത ഒരു മോറൽ കോഡ് കൺസെന്റ് ആണ്. കൺസെന്റ് എന്ന് പറയുമ്പോൾ ഉഭയകക്ഷി സമ്മതം ഒരു നല്ല കാര്യമല്ലേ? പക്ഷേ നോക്ക്, ഈ കൺസെന്റിന്റെ ഒരു പ്രശ്നം ഒരിക്കലും ഞങ്ങളതിനെ, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു ദർശനം കൺസെന്റിനെ നിസ്സാരമായൊരു കാര്യമായി മനസ്സിലാക്കുന്നില്ല. പക്ഷെ ആത്യന്തികമായ ഒരു മാനദണ്ഡം കൺസെന്റ് ആണെന്ന് പറയുന്നതും അതും ശാസ്ത്രമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം നിർണ്ണയിക്കേണ്ടത് എന്ന് പറയുന്നത് തമ്മിൽ ചെറിയൊരു കോൺട്രാഡിക്ഷൻ ഉണ്ട്. അതായത് മനുഷ്യന് 2 തരം പ്യൂബർട്ടികളുണ്ട്. മെറ്റബോളിക് പ്യൂബർട്ടി, ശാരീരികമായ പ്രായപൂർത്തിയും, അതേപോലെ ഇന്റലക്ച്വൽ പ്യൂബർട്ടിയും, ബുദ്ധിപരമായ പ്രായപൂർത്തിയും. ഇന്റലക്ച്വൽ പ്യൂബർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂറോ സയൻസ് ലിങ്കുകൾ ആർക്കും കിട്ടും, എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയേണ്ടതിൻ്റെ ഒരു ആവശ്യമില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയ പഠനങ്ങൾ പ്രകാരം മനുഷ്യന്റെ ബുദ്ധിപരമായ പ്രായപൂർത്തി അതിൻ്റെ പാകതയിലെത്തുന്നത് 25-ന്റെയും 40-ന്റെയും, ഞാൻ എല്ലാം കൂടി കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്, വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്, 25-ന്റെയും 40-ന്റെയും ഒക്കെ ഇടയിലാണ്. അപ്പൊ അതിന്റെ മുന്നേയുള്ള കൺസെന്റുകൾ ആത്യന്തികമായി ശരിയാണ് എന്ന് പറയാൻ കഴിയില്ല. ഇനി പോകട്ടെ, ഈ സെക്യുലർ ഡെമോക്രാറ്റിക് രാജ്യങ്ങളിൽ തന്നെ ഇന്ത്യയിൽ 18 ലീഗലി അതിന്റെ ഒരു കൺസെന്റ് ഏജ് എന്ന് പറയുന്നത്. പക്ഷെ ചൈനയിൽ, ഫിലിപ്പൈൻസിൽ ഒക്കെ 12ഉം 13ഉമാണ്. വെസ്റ്റേൺ കൺട്രീസിൽ 17ആണ്. അറബ് മുസ്ലിം രാജ്യങ്ങളായ GCCയിൽ 21ആണ്. അതിൽ തന്നെ ബഹ്റൈനിൽ 22ആണ്. ഈ ഏജ് ഓഫ് കൺസെന്റ് എന്ന് പറയുന്നതിനെ ഒരു വസ്തുനിഷ്ഠമായി ഇന്ന ഏജാണ് അതിന്റെ ആത്യന്തികമായ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. മറ്റൊന്ന്, ഇനി ഏജ് ഓഫ് കൺസെന്റ് എന്ന് ഗവൺമെന്റ് നിശ്ചയിക്കുന്നത് തന്നെ സ്വതന്ത്ര ചിന്തകർ എങ്ങനെയാണ് അംഗീകരിക്കുക? അതിന്റെ താഴെയുള്ളവർക്കും എന്തേ കൺസെന്റിന് എന്തേ, ഞങ്ങൾക്ക് എന്തേ അർഹതയില്ലേ എന്ന് ചോദിച്ചാൽ എന്താണ് നമ്മൾ മറുപടി പറയുക? ഗവൺമെന്റിന് സ്വതന്ത്ര ചിന്ത അനുസരിച്ച് കൺസെന്റ് ലീഗലി ആവാനുള്ള, അപ്രൂവ്ഡ് ആവാനുള്ള പ്രായം 18ആണ്, അല്ലെങ്കിൽ ഇന്ന പ്രായമാണ്. അതിന്റെ താഴെയുള്ള പ്രായം ഗവൺമെന്റ് അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ ആ ജനാധിപത്യപരമായ അല്ലെങ്കിൽ ആധുനിക മൂല്യം എന്ന് പറയുന്ന 400 കൊല്ലം പഴക്കമുള്ള ആ ഒരു സംവിധാനത്തെ സ്വതന്ത്ര ചിന്തകന്മാർ എങ്ങനെയാണ് അംഗീകരിക്കുക?